നമ്മൾ പോകുന്നത് കല്ലായി ഡിവിഷനിൽ UDFന് സ്ഥാനാർത്ഥിയായിരിക്കുന്നു ബൈജു കാളക്കണ്ടിയാണ് മത്സരിക്കാൻ ഇറങ്ങുക. UDFന്റെ സ്ഥാനാർത്ഥിയായി ബൈജു കാളക്കണ്ടി മത്സരിക്കുമെന്നുള്ളതാണ് പ്രഖ്യാപനം നടത്തിയത്. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറാണ്. ഒപ്പം താരപ്രചാരകരായി VM ബിനുവും ജോയ് മാത്യുവും ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. കല്ലായി ഡിവിഷനിൽ ബൈജു കാളക്കണ്ടിയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. താരപ്രചാരകരായി ഒപ്പം VM ബിനുവും ജോയ് മാത്യുവും ഉണ്ടാകും. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ ആണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു ബൈജു കാളക്കണ്ടി ആയിരിക്കും മത്സരിക്കുക, അല്ലെങ്കിൽ ബൈജു കാളക്കണ്ടി ആയിരിക്കും VM ബിനുവിന് പകരം കല്ലായി ഡിവിഷനിൽ എത്തുക എന്നുള്ളത്. ആ അനുമാനങ്ങളും ആ നിഗമനങ്ങളുമൊക്കെ സത്യമായിരിക്കുന്നു, അല്ലെങ്കിൽ അതിലൊരു പ്രഖ്യാപനം UDFന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാറാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കല്ലായി ഡിവിഷനിൽ ബൈജു കാളക്കണ്ടിയാണ് UDF സ്ഥാനാർത്ഥി. VM ബിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അതേ ഡിവിഷൻ കല്ലായി ഡിവിഷൻ പ്രചരണമടക്കം ആദ്യഘട്ടം പൂർത്തിയായി. റാലി അടക്കം നടന്ന ഒരു സാഹചര്യത്തിലാണ് VM ബിനുവിന് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള തരത്തിൽ ഒരു വിവാദം ഉയർന്നു വരുന്നത്. പിന്നാലെ VM ബിനുവിൻ്റെയും നേതൃത്വത്തിൻ്റെയും ഒക്കെ മറുപടിയുമൊക്കെ നമ്മൾ കണ്ടതാണ്. 2020 വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴും അന്ന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. ശേഷം VM ബിനു വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു താൻ വോട്ട് ചെയ്തിരുന്നു എന്നുള്ളത്. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഹൈക്കോടതി അടക്കം VM ബിനുവിന്റെ ഹർജി തള്ളുന്നു. ശേഷം കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ളത്. ആ പുതിയ സ്ഥാനാർത്ഥിയാണ് ബൈജു കാളക്കണ്ടി. താരപ്രചാരകരായി ഒപ്പം VM ബിനുവും ജോയ് മാത്യുവും ഉണ്ടാകുമെന്നുള്ളതും കൂടിയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ VM ബിനുവിന് ഒരു പകരക്കാരൻ തന്നെയാണോ ബൈജു കാളക്കണ്ടി എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആദ്യഘട്ട പ്രചാരണമൊക്കെ പൂർത്തിയായൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ബൈജു കാളക്കണ്ടിയെ മുൻനിർത്തി എങ്ങനെയായിരിക്കും UDF ആ ഒരു ഡിവിഷൻ പിടിച്ചടക്കാൻ പോകുന്നത്? റിയാസ്, സംവിധായകൻ VM ബിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ശ്രദ്ധ നേടിയ കോഴിക്കോട് കോർപ്പറേഷനിലെ ഡിവിഷനാണ് കോഴിക്കോട് കല്ലായി ഡിവിഷൻ. ആ കല്ലായി ഡിവിഷനിൽ VM ബിനുവിനെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിന്റെ പേരിൽ മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യം, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രതിരോധം സൃഷ്ടിച്ച ഒരു സാഹചര്യമായിരുന്നു. അവിടേക്ക് ഇപ്പോൾ കോൺഗ്രസ് പുതിയ സ്ഥാനാർത്ഥിയായി ബൈജു കാളക്കണ്ടിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കാളക്കണ്ടി ബൈജു എന്ന് പറയുന്നത് ഈ കല്ലായി ഡിവിഷൻ ഉൾക്കൊള്ളുന്ന പന്നിയങ്കരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ഏറ്റവും സ്വാധീനമുള്ള പ്രദേശത്തെ ഏറ്റവും സ്വാധീനമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഉത്തമനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ തന്നെ, ഒരു സെലിബ്രിറ്റിയെ പകരം വെക്കുന്നതിന് പകരം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത്. ആ രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് നിർത്തിയിരിക്കുന്നു. അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറാണ് കോഴിക്കോട് DCC പ്രസിഡന്റ്. അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഈ കല്ലായി ഡിവിഷൻ എന്ന് പറയുന്നത് NC സുധാമണി എന്ന ഒരു കൗൺസിലറിലൂടെ കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായി NC സുധാമണി ആദ്യം SC/ST സംവരണം എന്ന രീതിയിലാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. പിന്നീട് ജനറൽ സീറ്റായപ്പോൾ വീണ്ടും NC സുധാമണിയെ തന്നെ അവിടെ UDF മത്സരിപ്പിക്കുന്നു. പിന്നീട് വീണ്ടും വനിതാ സംവരണമായപ്പോൾ അതേ NC സുധാമണിയെ തന്നെ അവിടെ മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ NC സുധാമണിയിലൂടെ തുടർച്ചയായി 3 തവണ കല്ലായി ഡിവിഷൻ UDF ആണ്, കോൺഗ്രസ് ആണ് പിടിച്ചെടുത്തിരുന്നത്. അത് നേരത്തെ NC സുധാമണി UDFന് വേണ്ടി പിടിച്ചുകൊടുത്ത വാർഡ് NC സുധാമണി തന്നെ നിലനിർത്തുകയായിരുന്നു. എന്നാൽ അവരെ സംബന്ധിച്ച് വ്യക്തിപരമായ ഇനി വ്യക്തി ജീവിതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുകൊണ്ട് അവർ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇത്തവണ മത്സരരംഗത്തില്ല എന്ന് നേതൃത്വത്തെ നേരത്തെ അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കല്ലായി പോലൊരു UDF 3 തവണ തുടർച്ചയായി ജയിച്ചു വന്ന NC
LC സുധാമണിയുടെ വ്യക്തിപ്രഭാവം കൂടി അവിടെ എടുത്തു പറയണം. ഏറ്റവും നല്ല രീതിയിൽ കൗൺസിലറായി അവർ ഇടപെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ട് പകരം ഒരാളെ നിയമിക്കുമ്പോൾ, പ്രത്യേകിച്ച് മേയർ സ്ഥാനത്തേക്ക് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കൂടി UDF പരിഗണിച്ച പശ്ചാത്തലത്തിൽ VM വിനുവിന് കല്ലായി ഡിവിഷനാണ് ഏറ്റവും സുരക്ഷിതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് VM വിനുവിനെയാണ് അവിടേക്ക് കോൺഗ്രസ് നിയമിച്ചിരുന്നത്. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിന്റെ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ VM വിനു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബൈജു കാളക്കണ്ടിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. VM വിനു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും VM വിനുവിനെ താരപ്രചാരകനായി രംഗത്തിറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഒപ്പം തന്നെ സംവിധായകനും നടനുമായിട്ടുള്ള ജോയ് മാത്യുവും ഇവിടെ ഈ താരപ്രചാരകരായി ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ VM വിനു മേയർ സ്ഥാനാർത്ഥി അല്ലാത്ത പശ്ചാത്തലത്തിൽ ഇനി KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് PM നിയാസ് ആയിരിക്കും കോൺഗ്രസിന്റെ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടാവുക. PM നിയാസ് എരഞ്ഞിപ്പാലം ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. PM നിയാസ് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM നിയാസ് ഇവിടെ എരഞ്ഞിപ്പാലം ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായി ആ ഒരു ഘട്ടത്തിൽ UDFന് ഭരണം ലഭിക്കുകയാണെങ്കിൽ PM നിയാസ് ആയിരിക്കും UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി വരിക എന്നുകൂടി നേതൃത്വം വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ ശക്തമായ പോരാട്ടം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകും. മാത്രമല്ല LDF സ്ഥാനാർത്ഥി, LDF അവിടെ CPIക്കുള്ള സീറ്റാണ്. അവിടെ LDF പൊതു സ്വതന്ത്രനായി നിർത്തിയിരിക്കുന്നത് വിനീഷ് വിദ്യാധരൻ എന്ന മറ്റ് പല മേഖലകളിലും പൊതു രംഗങ്ങളിലെല്ലാം സജീവമായ ഒരു പൊതു സ്വതന്ത്രനെയാണ്. അതുകൊണ്ട് ഇത്തവണ പോരാട്ടം കടുക്കുമെന്നുറപ്പാണ്. പ്രത്യേകിച്ച് VM വിനുവിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് VM വിനുവിന്റെ വോട്ടർ പട്ടികയിലെ പേരുമായി ബന്ധപ്പെട്ട വിവാദം അത് ഉണ്ടാക്കിയ ഓളം അത് LDF വലിയ രീതിയിൽ പ്രചരണായുധമാക്കും. അതിനെ എങ്ങനെ UDF പ്രതിരോധിക്കുമെന്നത് കണ്ടറിയണം. എങ്കിൽ കൂടിയും അതിനെ പ്രാദേശികമായി പ്രതിരോധിക്കാനുള്ള ഒരു രീതി എന്ന രീതിയിലാണ് ഇപ്പോൾ ബൈജു കാളക്കണ്ടിയെ, പ്രാദേശികമായി ഏറെ സ്വാധീനമുള്ള രാഷ്ട്രീയ രംഗത്ത് സജീവമായ പന്നിയങ്കര മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റായ ബൈജു കാളക്കണ്ടിയെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സ്ഥാനാർത്ഥിയായി അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് മറ്റൊരു വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രചരണത്തിലേക്ക് പോവുകയാണ് കോൺഗ്രസ് നേതൃത്വം. അത് മറ്റൊന്നുമല്ല, കൊടുവള്ളി നഗരസഭയിൽ വിവാദ വ്യവസായി കാരാട്ട് ഫൈസലിനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു LDF. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഉൾപ്പെട്ട കാരാട്ട് ഫൈസലിനെ കഴിഞ്ഞ തവണ LDFന്റെ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് LDF നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഇടപെട്ട്, CPM സംസ്ഥാന നേതൃത്വം ഇടപെട്ട് മാറ്റിയിരുന്നു. അന്ന് ഈ പിന്നീട് LDFനെതിരെ കാരാട്ട് ഫൈസൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അന്ന് ആ വാർഡിൽ LDFന് 0 വോട്ടായിരുന്നു ലഭിച്ചിരുന്നത്. ആ ഒരു LDFനെ തോൽപ്പിക്കാൻ മുൻപന്തിയിൽ നിന്ന അതേ വിവാദ വ്യവസായി കാരാട്ട് ഫൈസലിനെ വീണ്ടും LDF സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ശക്തമായ പ്രചാരണം നടത്താനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. കൊടുവള്ളി നഗരസഭയെ സംബന്ധിച്ച് അത് വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ അത് കോഴിക്കോട് ജില്ലയിലും സംസ്ഥാന വ്യാപകമായിട്ടും കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരും. റിയാസ് KMാറാണ് വിവരങ്ങൾ നൽകിയത്. കല്ലായി ഡിവിഷനിൽ ബൈജു കാളക്കണ്ടി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. താരപ്രചാരകരായി VM വിനുവും ജോയ് മാത്യുവും ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഉയർത്തിക്കാട്ടി LDFനെതിരെ പ്രചരണത്തിന് ഇറങ്ങാൻ ഒരുങ്ങുകയാണ് UDF എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.